ഹായ് മച്ചമ്പരെ, അപ്പോൾ എല്ലാവർക്കും ഒരു ബ്ലോഗിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ നമുക്കൊന്ന് ഊണിന് വരുന്ന അടിപൊളി ഒരു പച്ചടി സെറ്റാക്കി എടുക്കാം കേട്ടോ. നല്ല സിമ്പിളായിട്ട് വളരെ എളുപ്പത്തിലാണ്, ഏകദേശമുള്ള കൂട്ടുകാർക്ക് അറിയാം. എങ്കിലും ഞാനൊന്ന് ജസ്റ്റ് ആയിട്ടൊന്ന് വെറുതെ ഒന്ന് പെട്ടെന്ന് പറഞ്ഞു പോകാം കേട്ടോ. അപ്പോൾ ആദ്യം ഞാൻ വെള്ളരിക്ക എടുത്തു, നല്ലപോലെ തോലൊക്കെ ചെത്തിയതിന് ശേഷം അതിനകത്ത് കട്ട് ചെയ്തു, നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി ഇതേ സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിൽ 2 പച്ചമുളകും കട്ട് ചെയ്തിട്ടു, പിന്നെ ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്തു. ഇനി നമുക്കൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ കുറച്ച് വെള്ളമൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്, അതിനകത്ത് ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അടച്ചു നല്ലപോലെ വേവിക്കാം കേട്ടോ. അങ്ങനെ നമ്മുടെ ഐറ്റം നല്ലതുപോലെ വെന്ത് സെറ്റായിട്ടുണ്ട്. ഞാനത് കോരി കാണിക്കാം കേട്ടോ. അങ്ങനെ ഐറ്റം നല്ല അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഇതിലേക്കുള്ള അടുത്ത ഐറ്റംസാണ്. അപ്പോൾ ഞാനൊരു മിക്സിയുടെ ജാറിൽ സെറ്റാക്കി അതിലേക്ക് കുറച്ച് തേങ്ങ ഇട്ട് കൊടുത്തു കേട്ടോ. അപ്പോൾ തേങ്ങ ഇട്ടതിന് ശേഷം ഞാൻ ആവശ്യത്തിന് പിന്നെ 2 വെളുത്തുള്ളി കേട്ടോ, 2-3 അല്ലി വെളുത്തുള്ളി ചേർത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ജീരകം ചേർത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിന് ശേഷം കുറച്ച് കടുക് കൂടെ ഞാനതിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് മെയിനായിട്ടുള്ള ഐറ്റമാണ് കേട്ടോ. അപ്പോൾ നല്ല അടിപൊളി, ഇത് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഐസ്ക്രീമാണെന്ന്, പക്ഷേ ഐസ്ക്രീം അല്ല കേട്ടോ. നല്ല അടിപൊളി നല്ല കട്ട തൈരാണ് കേട്ടോ. ഞങ്ങൾ വീട്ടിലുണ്ടാക്കി തന്നെയാണ് കേട്ടോ, നല്ല കട്ടി തൈര്. അപ്പോൾ ഞാൻ ഏകദേശം വലിയ സ്പൂൺ 2 സ്പൂൺ കണക്കാക്കിയിട്ട് ഏകദേശം കട്ട തൈര് അതിൽ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നല്ലതുപോലെ ഒന്ന് നമുക്ക് മിക്സിയിലിട്ടൊന്ന് അരച്ചെടുക്കാം കേട്ടോ. നല്ല അരച്ചെടുത്തപ്പോൾ ഐറ്റം നല്ല സെറ്റായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് നേരെ ഇതിനെടുത്ത് എന്താ പറയുക, നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ വെള്ളരിക്കയിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും എടുക്കാം കേട്ടോ, കട്ടിക്ക് എടുക്കാം, വേണമെങ്കിൽ കുറച്ചുകൂടെ ലൂസാക്കി എടുക്കാം, അതൊക്കെ നിങ്ങളെ ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ നല്ലപോലെ അടിപൊളിയായിട്ട് അടിച്ച് പൊളിച്ച് ഐറ്റംസ് റെഡിയാക്കി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത പരിപാടിയുണ്ട്, ഇതുകൊണ്ട് തീർന്നില്ല കേട്ടോ. നമുക്ക് നന്നായിട്ടൊന്ന് കടുവൊക്കെ ഒന്ന് സെറ്റാക്കി കടുക് തളിക്കണം കേട്ടോ ഇതിൽ. അപ്പോൾ കടുക് തളിച്ചെടുത്താലേ കറക്റ്റായിട്ടുള്ള ഒരു കറിയുടെ ആ ഒരു ടേസ്റ്റും കാര്യങ്ങളെല്ലാം കിട്ടത്തുള്ളൂ, ആ ഒരു കൂട്ടാൻ്റെ. അപ്പോൾ തീർച്ചയായിട്ടും നമുക്കത് ഞാനിപ്പോൾ തൈരൊക്കെ, അതായത് നമ്മൾ തൈരിൻ്റെ ഒരു കളറൊക്കെയാണ് കേട്ടോ അതിൽ മെയിനായിട്ട് എടുക്കുന്നത്, അതും ആ തേങ്ങയുടെ ആണേ. അപ്പോൾ ഇനി നമുക്കൊരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് സെറ്റായി ചൂടായി. അതിനുശേഷം ഞാനതിൽ എണ്ണ ഒഴിച്ചു കൊടുത്തു കേട്ടോ. അപ്പോൾ ഇനി നമുക്കതിൽ നല്ലതുപോലെ കടുവൊക്കെ ഒന്ന് പൊട്ടിച്ച് കറിവേപ്പിലൊക്കെ ഇട്ടു, പിന്നെ അതുപോലെ തന്നെ ഉള്ളിയൊക്കെ ഇട്ടൊന്ന് കടുക് തളിച്ച് നമുക്കിതിൽ ഒഴിക്കാം കേട്ടോ. അങ്ങനെ കടുതാളെ ചോദിച്ചതോടെ നമ്മുടെ പച്ചടി സെറ്റായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മച്ചാന്മാരെ വളരെ സിമ്പിളാണ്, ഇതുവരെ ഉണ്ടാക്കാത്തവർ തീർച്ചയായിട്ടും ഉണ്ടാക്കുക, ഏകദേശം വീട്ടിൽ ഉണ്ടാക്കുന്നതാണെന്ന് അറിയാം. അപ്പോൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നുണ്ടോ, ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യുക. അടുത്തൊരു കിടക്കാച്ചി വീഡിയോ കാണാം. അതുവരെ ബൈ.